പിള്ളേരോട് എന്താ പഠിപ്പിക്കുന്നത്? സാധാരണ നമ്മൾ പറയാം നല്ല സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക അല്ലേ? Have good friends. Have good friends. അത് ഗവൺമെന്റ് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ that is not, അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. യേശു പഠിപ്പിച്ചിട്ടുള്ളത് be a good friend അല്ലേ? നല്ല ഒരു സുഹൃത്താക്കാൻ. നിങ്ങൾക്ക് എല്ലാം നല്ല ആൾക്കാരാവണമെന്നില്ല. ലോകത്തിലെ ആൾക്കാർ ഉണ്ടാകും. പക്ഷെ അവരോട് ഒരു നല്ല സുഹൃത്താക്കാൻ. Because Jesus said, I am your friend. എന്ന് ഞാൻ നല്ലതായിട്ടാണ് യേശു എന്റെ നല്ല സുഹൃത്തായത്. Was Jesus a friend because I'm a good friend? Good person? No. യേശുവിന്റെ എന്റെ കുറവുകൾ അറിയാം. He knows my weakness. He knows my thoughts. എന്റെ ചിന്തകൾ അറിയാം, എന്റെ ആക്ഷൻസ് അറിയാം, എന്റെ പ്രവർത്തികൾ അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു എന്റെ സുഹൃത്തായത്. Amen. So it is not about looking for a good friend. നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ നോക്കുന്നതല്ല, പക്ഷെ നിങ്ങൾ ഒരു നല്ല സുഹൃത്തായി മാറുക. Be a good friend. അവർക്ക് ഒരു വെളിച്ചമായി മാറുക. Amen. Hallelujah. Thank you Lord. പക്ഷെ കഴിഞ്ഞ ആഴ്ച അതാണ് പഠിക്കുന്ന സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേന് ടീച്ചേഴ്സിനെ പറഞ്ഞു ഇവരോട് ഓരോ കോൺടാക്ട് പറഞ്ഞു. ഇവരുടെ സുഹൃത്തുക്കളും അമ്മമാരോട് ഇവരുമായിട്ടുള്ള ബന്ധം നിർത്തുക. Stop all relationship rules. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ടുണ്ട്. What he said is wrong. I am not doing this. അതുകൊണ്ട് നേരിട്ട് വന്ന് പറഞ്ഞു. I am not going to do that. ഒരു ആൾ പ്രസക്തി കേൾപ്പം മാറ്റുന്നതാണോ അത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ? No, what you are ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച വഴിയിലേക്ക് കൊണ്ടുവന്നാണ് നിങ്ങളെ ജോലി. It is your responsibility. അല്ലാതെ അവരെ മാറ്റി പിള്ളേരെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എന്റെ മകനെ പഠിപ്പിച്ചത് തെറ്റാണെന്നാണ് പറഞ്ഞത്. സസ്പെൻഷൻ ചെയ്തു, അത് സ്കൂളൊക്കെ. പക്ഷെ നിങ്ങൾ പഠിപ്പിച്ചത് എന്തോ തെറ്റാണ്, അത് ഞാൻ അതുകൊണ്ട് എന്റെ മോനോട് പറഞ്ഞിട്ട് ആ പേര് ശ്രമിച്ചോ. എന്തൊക്കെയാ പഠിപ്പിച്ചത്? Be a good friend. Now you be a good friend. But what you are teaching is and that is അതാണ് ലോകത്തിലെ എല്ലാവരുടെയും ചിന്തകൾ അങ്ങനെയാണ്. World is always like that. World is like that. Something goes wrong. എന്തെങ്കിലും തെറ്റ് പോകുമ്പോഴത്തേന് അവരോട് മാറുന്നു. പക്ഷെ അതല്ല യേശു നമ്മളെ ഒരാൾ വീണ്ടും നിൽക്കും. പക്ഷെ ആ വീണ്ടുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകണം. എന്റെ ഹോളിനെസ് പോകത്തില്ല. എന്റെ വിശുദ്ധി, my holiness does not go when I go to a foreign person. ഒരു വീടിനെ ആളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേന് ഞാൻ എന്റെ വിശുദ്ധി ഒന്നും മാറി പോകത്തില്ല. It will still be there because Jesus is holy. നമ്മൾ കാരണമല്ല ഹോളിയാകുന്ന, യേശുവാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുവരുന്നത്. Amen. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ എന്റെ നവമിയോടുകൂടി we were discussing about all the terminologies that is happening, right? അത് സംസാരിക്കുമ്പോൾ എന്റെ ഹോളിനെസ് പോകുമോ? ഇല്ല. Does it go? No. Because ഈ അധ്യായത്തിൽ തന്നെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത്, and when you pray you shall not be like the hypocrites, for they love to pray and standing in the synagogues and all the corners of the streets, and they may be seen by men. Surely I say to you, they have their rewards. അപ്പൊ ആ ഒരു സീരിയസ്നെസ് അല്ല ഞാൻ നമ്മൾ പലപ്പോഴും വിശ്വാസികൾ ഭയങ്കര നമ്മൾ വിശുദ്ധി ക്യാരി ചെയ്തുകൊണ്ട് നടക്കണം. എപ്പോഴും നമുക്കൊരു ചിരിക്കാൻ, we have a problem smiling, we have a problem laughing with somebody, we have a problem എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരാൾ വീടത്ത് കട്ടുന്നത് അവിടെ പോകാൻ നമുക്കൊരു പ്രശ്നമുണ്ട്. കാരണം പേടിയാണ് എന്റെ വിശുദ്ധി അതിൽ മാറുമോ? My holiness. യേശു പറഞ്ഞിട്ട് ഒരു നല്ല ഒരു നല്ല ഫ്രണ്ടിനോട് ഫ്രണ്ട്ഷിപ്പ് അല്ല. Thank you Lord Jesus. We praise you Lord. That our principle പറഞ്ഞത് because I have practice. ഞാനൊരു സ്ഥാപനം എന്റെ പിള്ളേരെ ആ മാസത്തിൽ ഒന്ന് വെച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റിട്ടുണ്ട്. സ്റ്റുഡൻസ്
പക്ഷെ ഞാൻ അവരുടെ എനർജി അവരുടെ രീതി അങ്ങനെയാണ്. Coming back to 6:25. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുന്നില്ല, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലേ? You are more valuable than them. Amen. Hallelujah. More valuable than them. പക്ഷേ അന്നാലും നമുക്ക് we always worry. നമ്മൾ എപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഭയപ്പെട്ടോണ്ട് ഈ ആൻസൈറ്റിയും ഈ ഫിയറും ഇത് എല്ലാം നമുക്ക് എപ്പോഴും ഉണ്ട്. It is always with us that we carry these worries. Amen. നാളത്തെക്കുറിച്ചും മറ്റന്നാളത്തെക്കുറിച്ചും എല്ലാം നമ്മുടെ മനസ്സിലെത്തുന്നു. We always worry about tomorrow and everything. നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും we all worry about these things. ഇത് നമ്മുടെ ഹ്യൂമൻ ഇമോഷൻ ആണ്. നമ്മൾ എത്ര കേട്ടാലും എത്ര ചെയ്താലും പക്ഷേ യേശു പറയുന്നത് sermon on the mount, it is really important. ഏറ്റവും നല്ല sermon എന്ന് പറഞ്ഞാൽ ആ ഗിരി പ്രഭാഷണം തന്നെയാണ്. The best sermon Jesus gave was on the mount. മറ്റൊരു sermon മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ദൈവത്തിന്റെ ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം. We understand the love of God. Aren't you more valuable? നിങ്ങൾ അതിനെക്കാളും എത്ര വിലയുള്ളതാണ്. Amen. Hallelujah. It is so important that you understand how Jesus looks unto us. യേശു നമ്മളെ എങ്ങനെയാ കാണുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. Amen. Hallelujah. ഈ worries ഇതും എല്ലാം Amen. Hallelujah. We praise God. നമ്മളെ പലപ്പോഴും നമ്മൾ പറയും God is good. കഴിഞ്ഞ ആഴ്ച was wonderful. Everything was good. പക്ഷേ അന്നാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു worryയുണ്ട്. We always worry about പല കാര്യങ്ങളായിരിക്കും. എന്റെ വരിയല്ല സ്വന്തം വരി, ഫിലിപ്പിന്റെ വരി അല്ലെങ്കിൽ അവരുടെ സത്യത്തെ ആ എല്ലാന്റെ വരി വ്യത്യാസമാണ്. പക്ഷേ ഒരു കോമൺ എന്താണ് നമുക്ക് എല്ലാം ഈ ചിന്തകളുണ്ട്. We always worry about something. Amen. Hallelujah. Thank you Lord. We praise you Lord. ഈ ആദ്യം നോക്കുകയാണെങ്കിൽ ഒറിജിനൽ വേർഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം NKJV do not worry 25 മുതലാണ് പറഞ്ഞത്. പക്ഷേ ഒറിജിനൽ കിങ് ജെയിംസ് വേർഷൻ നോക്കുകയാണെങ്കിൽ അത് 24 മുതൽ തന്നെയാണ് തുടങ്ങുന്നത്. Verse 24 onwards it starts. അത് 24 എന്തോ പറയുന്നത്, no one can serve two masters, for either he will hate the one and love the other, or else he will be loyal to the one and despise the other. You cannot serve God and mammon. Amen. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. അന്ന് തൊട്ട് മേലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 22ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് പറയുന്നത് the lamp of the body is the eye. If therefore your eye is good, your whole body will be full of light. But if your eye is bad, your whole body will be full of darkness. If therefore the light of that is in you is darkness, how great is that darkness? ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവന്നുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഇരുട്ട് എത്ര വലുത്. അന്ന് തൊട്ട് മേലെ പിന്നെ പറഞ്ഞ 19ാമത്തെ വാക്യത്തിൽ പറയുന്നത് where to lay your treasures. മുഴുവൻ തുറന്നു കൊടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അപ്പൊ അവിടെ എല്ലാം വായിക്കുന്നത് നമുക്ക് ഓരോന്നും കയറി പോകുന്ന അന്ന് തൊട്ട് മേലെ യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ സാധിക്കും. We can see a prayer that Jesus taught us and everything. If you come back അങ്ങനെയാണ് അവസാനം 25ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ therefore I say to you, do not worry about your life. അതുകൊണ്ട്
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ന് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും don't worry about it. Don't worry about it because അത് തൊട്ട് മേലെ വാക്യങ്ങൾ the verses above it God Jesus says why where you should lay your treasures. നമ്മുടെ treasures എവിടെയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്? നമ്മുടെ ചിന്തകൾ എങ്ങോട്ടാണ്? നമ്മുടെ കണ്ണുകൾ എങ്ങോട്ടാണ്? അതെല്ലാം പറയുകയാണെങ്കിൽ അതുകൊണ്ട് that is the reason I'm telling you. അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ വിചാരപ്പെടരുത്. Do not worry. Amen. Hallelujah. ഇന്ന് അപ്പോൾ ഞാൻ വിചാരപ്പെടാതിരിക്കണമെങ്കിൽ എന്റെ ട്രഷേഴ്സ് എവിടെയാണ് ഞാൻ വെക്കുന്നത്? എന്റെ നിക്ഷേപം എവിടെയാണ്? എന്റെ നിക്ഷേപം എവിടെയാണ്? എന്റെ കണ്ണുകൾ എങ്ങോട്ടാണ് ഇരിക്കുന്നത്? Amen. Hallelujah. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എനിക്കറിയാം. എനിക്ക് ഇതിനെ കുറിച്ച് I need not worry. വിചാരപ്പെടേണ്ട ആവശ്യമില്ല. Amen. Hallelujah. ഒരു പഠനമുണ്ട്. There is a study. 40% നമ്മുടെ വിചാരം എന്താണെന്ന് അറിയോ? 40% what do we worry? Which will never happen. ഒരിക്കലും അത് സംഭവിക്കാനേ പോകില്ല. അതിനെക്കുറിച്ചാണ് 40% ആൾക്കാർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടക്കാനേ പോകുന്നില്ല. We spend our time worrying about it. 30% 30% ആൾക്കാർ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? What do they worry about? അവരുടെ കഴിഞ്ഞ കാലത്ത് അന്നിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അന്നിങ്ങനെ I should have done that, I should not have done that. ഇത് ഞാൻ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് we discuss about it, we worry about it. അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത കാരണമാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അതൊട്ട് മാറ്റാൻ പറ്റുമോ? പക്ഷെ നമ്മൾ അത് ചിന്തിച്ചു. We worry about that. Amen. Hallelujah. Hallelujah. Thank you Lord Jesus. We praise God. 12% 12% ആൾക്കാർ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? What others are speaking, അത് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? They will still speak. നമ്മൾ അവരുടെ ആ ക്രിറ്റിസിസം നോക്കാണ് നമ്മൾ പറയുന്നതുകൊണ്ടിരിക്കുന്നത്. അത് തൊട്ട് വരുവാക്കി വീട്ടിൽ പറയുന്നത് എന്റെ കണ്ണുകൾ ആ ആൾക്കാരിലേക്കാണോ എന്റെ കണ്ണുകൾ യേശുവിലേക്കാണോ? 12% അത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. 10% നമ്മുടെ ആരോഗ്യത്തിൽ ഹെൽത്ത്. We worry about our health. എന്തെങ്കിലും ഒരു ഹെഡേക്ക് വന്നാൽ നമ്മൾ ഗൂഗിൾ ചെയ്യും. What is it? ഇപ്പോൾ നമ്മളെല്ലാം we are all doctors അല്ലേ? നമ്മളെല്ലാം ഡോക്ടേഴ്സ്. ഗൂഗിൾ ചെയ്തിട്ട് അങ്ങേയറ്റത്തെ അസുഖം പിന്നെ അതേക്കാളും ഗുണമാണ്. Nothing is less than cancer. You have to immediately meet the doctor. എളുപ്പം ഒരു ഡോക്ടറെ തന്നെ കാണുന്നത്. 8% പ്രസ്റ്റേജ്. അത് നടക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് തന്നെ. There are things that happen. There are things. അവ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നടക്കാൻ പോകാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി കൂടുതൽ എന്താണ്? പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ഇതൊന്നും do I have any control over it? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. I can do nothing about it. അതിനെക്കുറിച്ചാണ് നമ്മൾ പകുതി സമയം നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. Amen. Hallelujah. Thank you Lord. Let's come to 25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ന് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുകൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും. Therefore I say to you, do not worry about your life, what you will eat, what you will drink. ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കണം. ചില ചിന്തകൾ എപ്പോഴും എന്താണ്? ഫുഡിനെ കുറിച്ച് എന്തോ what do we eat? ചിലർ ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുക ഇത് കഴിക്കുന്നത് എന്തോ ആണെന്ന് കഴിക്കാൻ പോകുന്നത്. What do I eat? ഞാൻ
കോമൺ തോട്ടാണ് ഇതെന്നല്ല. പക്ഷേ യേശു പറയുന്നത്, what does Jesus say? Therefore I say to you, do not worry about your life and you will eat what you will eat or what you will drink. പക്ഷേ നമ്മുടെ പറയുന്നത് അവിടെ ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. I heard there is a good biryani over there. അവിടെ ഒരു നല്ല ബിരിയാണി കിട്ടുന്ന കടയുണ്ട്. അവിടെ പക്ഷേ യേശു പറഞ്ഞില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടാനില്ല. Don't think about food. ഇത് ചെയ്യുന്നതൊന്നും തെറ്റൊന്നുമല്ല, റെസ്റ്റോറന്റിൽ പോകുന്നതൊന്നും അല്ല എന്ന് പറയുന്നത്. പക്ഷേ എന്റെ worry അതാണോ? Is that my worry? Because most of the people എല്ലായ്പ്പോഴും നമുക്ക് ഈ ഫുഡുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. നമുക്ക് പ്രശ്നമായിട്ട് ആ ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്, what do you eat? യേശു വളരെ വ്യക്തമായിട്ടാണ് ഈ ഫുഡ് നമ്മൾ ഫുഡ് ഇതിലെന്തോ വലിയ നമുക്ക് അറിയത്തില്ല. നമ്മൾ നല്ലൊരു ശതമാനം ഫുഡിനെ കുറിച്ച് 12 മണി അല്ലെങ്കിൽ 1 മണിയാവുമ്പോൾ you might be having lunch at 2 o'clock, but നമ്മുടെ thought process of lunch starts. Hello? Thought about the lunch starts. And what is there? അവർ ഈ ഏതോ ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പൊ യേശു പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിലായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വരുന്നതയോ. ശരീരവും വരുന്നതയോ. Because കഴിഞ്ഞ ആഴ്ച I was spent some time with some families. ചില ടൈം സ്പെൻഡ് ചെയ്ത് ഈ പറഞ്ഞ 40% ഉറക്കം പോകാത്ത കാര്യങ്ങൾ ഓർത്താണ് ചിന്തിക്കുന്നത്. Thinking about what will never happen. സാധിക്കത്തില്ലെന്നല്ല പറഞ്ഞു, പക്ഷെ the chances are really less. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മൾ if you look around 5 to 6 years there is a major change in every town. ഏത് പട്ടണത്തിൽ പോയാലും ഒരു വലിയ ചേഞ്ച് ഉണ്ട്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അടുത്തത് anything else you find really changing? ബിൽഡിംഗ്സ് ഉണ്ട്. ആ ബിൽഡിംഗ് അകത്ത് എന്തോ വരുന്നത് നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ if you look every 500 meters there is a gym. I'm not against it, but that is there ഒന്നുമല്ല. ജിമ്മിൽ പോകണമെന്നൊന്നുമല്ല. I'm not saying that but we are so worried about fitness now. Fitness തെറ്റാണോ? ആവശ്യമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ചിന്തയിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ thought process എപ്പോഴും ഇത് തന്നെയാണ്. How to remain fit. അതുകൊണ്ട് ഇത് തന്നെയാണ് ലോകം എന്നാണ് നമ്മളെ മോഡൽ. they make use of it. You see before നമുക്ക് ഇങ്ങനെ കാണാനില്ലായിരുന്നു. പക്ഷേ now if you go around, if you drive around, നമ്മൾ ചുറ്റുമൊന്ന് നടക്കുവാണെങ്കിൽ ഏത് ഗ്രാമത്തിൽ പോയാലും നമുക്ക് ഒരു നല്ല സൂപ്പർ ഒരു ജിം കാണാൻ സാധിക്കും. I was worried എൻ്റെ ഒരു ഗ്രാമം ഒന്നുമില്ലാത്തൊരു ഗ്രാമമാണ് കണ്ണൂർ. അതിൻ്റെ അടുത്തൊരു ഇവിടുത്തെ പുറത്തുള്ള ഒരു ജിം അവിടെ ശരിക്കും അവര് നടന്നാൽ മതി. അവിടുത്തെ അങ്ങനത്തെ ടെറൈനാണത്, അങ്ങനത്തെ ഭൂമിശാസ്ത്രമാണ് അവിടെ. ഒരു ജിമ്മിലും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇതിനെ എതിർക്കുമല്ല. പക്ഷെ എന്താണ് നമ്മുടെ ചിന്തകളാണ് നമ്മളൊരു സാധനം കഴിക്കാൻ പോയാൽ എന്താണ് എല്ലാ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടും മറ്റേ ഫ്രീ ആയിട്ടും ഫ്രീ ആണ്. ഇതെല്ലാം ഞാൻ കഴിക്കരുത്, കഴിച്ചു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഭാവിയുടെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. 1 Timothy 4:8 പറയുന്നത് 1 Timothy 4:8
having promises of the life that now is and of that which is to come. But godliness ആണ്. ദൈവഭക്തിയോ ദേവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നത് not only godliness എന്താണ് നോക്കുന്നത്, ഇപ്പോഴത്തെ ജീവിതം മാത്രമല്ല, പക്ഷെ bodily exercise എന്തോ നോക്കുന്നത്, ഇപ്പോഴത്തെ ജീവിതം മാത്രമാണ് നോക്കുന്നത്, പക്ഷെ godliness എന്തോ നോക്കുന്നത്, ഇപ്പോഴത്തെ ജീവിതം മാത്രമല്ല, നിത്യതയുടെ കാര്യവും അത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്റെ godliness ഈ ലോകം മാത്രമല്ല, പക്ഷെ മറ്റേ ലോകം ഇറ്റേണിറ്റിയിലെയും എല്ലാം നോക്കുന്നത് എന്താണ്, ദൈവീകമാണ്, the godliness. പക്ഷെ ബോഡി എക്സസൈസ് പ്രോഫിറ്റ്സ് ഇല്ലെന്നല്ല പറഞ്ഞത്, പ്രോഫിറ്റ്സ് ഒട്ടും ഇത് പോകേണ്ടതാണോ പറഞ്ഞത് അല്ല, പോകേണ്ടതാണോ പറഞ്ഞത് അല്ല, ഇറ്റ് ഈസ് ഓൺലി ഇല്ലച്ചൽ. പക്ഷെ എന്റെ പ്രയാസം എന്താണ്, എന്റെ വറി എന്താണ്, എന്റെ ചിന്ത എന്താണ്, എന്റെ ഇത് ബോഡി ഇപ്പോ വേണ്ട. നമുക്ക് പത്രത്തിൽ എപ്പോഴും വായിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, എക്സസൈസ് ചെയ്തത് മരിച്ചു, അത് ചെയ്തത് മരിച്ചു, ഞാൻ പേടിപ്പിക്കുക, I'm not here to fear you, I'm not here to scare you, പേടിപ്പിക്കാൻ നിർത്താനല്ല പറയുന്നത്. പക്ഷേ ഈ വചനമാണ് അവർ കാണിച്ചത്, it is profitable little. Amen. അത് അവിടെ പോയവന് നിത്യത പ്രോമിസ് ആണോ അല്ല. Does it promise you eternity? No. I'm not saying don't go, please go. പക്ഷേ അതല്ല എന്റെ highest priority, അതല്ല എന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം. എന്റെ ഇമ്പോർട്ടന്റ് കാര്യം ദൈവം എന്തോ വാഗ്ദത്തം തന്നെ. What does God promise me? A perfect life here and a perfect life with Him. Amen. Hallelujah. Thank you Lord. അപ്പോൾ ഒരു long term plan ആണ് യേശു നമുക്ക് തന്നിട്ടുണ്ട്. ഒരു long term plan ആണ്. അപ്പോൾ എനിക്ക് എന്റെ ഉറപ്പെന്താണ്, എന്റെ വിശ്വാസം, അതുകൊണ്ട് നമ്മുടെ ശരീരം നോക്കേണ്ടതാണ് പറയുന്നത്. No. You have to take care of yourself. Your body. കാരണം എന്താണ് വചനത്തിൽ പറയുന്നത്, gluttony is sin. Gluttony ഭക്ഷണത്തോടുള്ള അതും പാവമാണ്. അതും പാവമാണ്. So I have to take care of my, ഞാനെന്റെ ശരീരം നോക്കിയേ മതിയായിരുന്നു. I have to take care of. നിങ്ങൾ ഗെയിംസ് കളിക്കുന്നതാണോ വണ്ടർഫുൾ, നടക്കാൻ പോകുന്നതാണോ വണ്ടർഫുൾ, ജിമ്മിൽ പോകുന്നതാണോ വണ്ടർഫുൾ, എല്ലാം നല്ലത് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതല്ല എന്റെ പ്രയോറിറ്റി. എന്റെ പ്രയോറിറ്റി എന്താണ്, ആ ദൈവത്തിലേക്ക് നോക്കുന്നത്. ഇതെല്ലാം ചെയ്തോളാം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്നെല്ലാം ഇച്ചിരിയോട് പ്രോഫിറ്റ്സ് പ്രോഫിറ്റ്സ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെ ഞാൻ എന്ത് കഴിക്കും, ഞാൻ എന്ത് ഉടുക്കും, what do I wear? പണ്ട് ഈ വാക്യം പറയുന്നത് we used to ലേഡീസിനെ കളിയാക്കുന്നത്, അവർക്ക് men are also equally concerned about what they wear. It is no longer a lady's business. Men are also concerned. അത് ഏറ്റവും നന്നായിട്ടാണ് യേശു പണ്ടേ പറഞ്ഞ അത് അവിടെ പറഞ്ഞ സ്ത്രീകൾ we used to have jokes, comedies about it. All the men are also worried. How they, what they wear, they will come again, their looks, everything. But ഈ concern എല്ലാവർക്കും ഉണ്ട്. Long back I asked a person, men, not women, lady there. Church continued. Not joking. Not joking. About what they wear, how they look, എല്ലാവരും concern ആണ്. പക്ഷേ നിങ്ങളെ എന്റെ ഹൃദയം വരെ അറിയുന്ന ദൈവമാണ്. He knows our heart also. Amen. ഞാൻ ഇത് ചെയ്തോ ചെയ്തിട്ട് does not really matter. God knows. ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾക്ക് വരെ
I need to look good. I need to look good. പക്ഷേ വചനം എന്താ പറയുന്നത്? Do not. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുകൊണ്ടും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടുന്നത്. What do you wear? What do you think? അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത്? ഒരു മോശപ്പെട്ട വേഷമിട്ടോട് വരാനാണ് പറഞ്ഞത്. Do I say that become very shabby way? No. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു shabby man എന്ന് പറയാൻ അല്ല ഞാൻ പറയുന്നത്. എന്നെ ഓക്കെ എന്നെ ചെടികൾ ഡ്രസ്സോ ഇട്ടോട്ടെ, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. Dress well good. പക്ഷെ അത് എന്റെ ചിന്തയായി മാറരുത്. മോശപ്പെട്ട വസ്ത്രമിട്ടോട് വരാൻ അല്ല ഞാൻ പറയുന്നത്. That is not what I'm trying to say. പക്ഷെ എന്റെ ചിന്ത, എന്റെ കൺസേൺ ഇതാണോ? എന്റെ കൺസേൺ എന്റെ ഫുഡ് ആണോ? എന്റെ കൺസേൺ എന്റെ ബോഡി ആണോ? എന്റെ കൺസേൺ എന്താണ്? ഞാൻ എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ പ്രസന്റ് ചെയ്യുന്നത്? അതുപോലെയാണോ? Is that what bothers me? Is that what bothers me? അതാണ് എന്റെ ചിന്ത. അപ്പൊ യേശു പറയുന്നത്, therefore I say to you, do not worry about your life. നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടല്ലേ. ദൈവത്തിന്റെ കരം, God's hand is always on us. Amen. Hallelujah. We praise you, we glory God. Hallelujah. Thank you, Master Lord Jesus. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, Amen. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. Amen. Do not worry about it. Hallelujah. Thank you, God. നമ്മളെല്ലാവരും ഇപ്പൊ നോക്കിക്കേ, ഒരു ലാസ്റ്റ് 5 years നമ്മൾ ബ്രാൻഡ് കോൺഷ്യസ് ആയില്ലേ? ഏത് ബ്രാൻഡാണ് എന്നത് ഇത് ലാസ്റ്റ് 5 to 8 years ആണ് ഇത്രയും കൂടുതലായി. We have become brand conscious. Shoes ഏത് ബ്രാൻഡാണ്? ഷർട്ട് ട്രൗസേഴ്സ് ഏത് ബ്രാൻഡാണ്? നമ്മുടെ വറി അത് തന്നെയാണ്. ലുലുവിൽ ഓഫർ നമുക്ക് കണ്ടിട്ടുണ്ട്. റോഡ് എങ്ങനെയാണ് ബ്ലോക്ക് ആയിട്ട്. You can't travel to that place. And when you go there, you find there's nothing. Actually, there is something on our own. But the road is not full. We are all concerned about these things. And the concern is our conscious effort and our devate kondo. Do I have the same priority, even hallelujah, thank you Lord, towards the Lord? ഞാൻ ആ പെട്രോളും കത്തിച്ച് ആ ബ്ലോക്കിൽ ഞാൻ നിൽക്കുവാണ്. അവിടെ എത്ര വേഗം എത്തുവാണെങ്കിൽ എനിക്ക് വേറെ എടുത്തത് മുമ്പേ somebody picks up my stuff before that I can pick it up. Do I have the same hunger for the word of God? ആ ദൈവത്തിനോട് ഇത്രയും ഒരു ദാഹം നമുക്കുണ്ടോ? യേശു പറഞ്ഞു, do not worry. ഇതെല്ലാം പറയുമ്പോൾ I'm not saying that don't go and buy. If you want to buy, please go ahead. പഠിച്ചു, അതൊന്നും എഴുതരുത്. പക്ഷേ എന്റെ മനസ്സിലെ പ്രയോറിറ്റി എന്നോട് എന്റെ എപ്പോഴും ചിന്തകൾ ഇതൊക്കെയാണോ? Do I always worry about the food? Do I always worry about my fitness? Do I always worry about the fashion? Do I worry about the things to buy, the brands that is available? ഏത് ബ്രാൻഡാണ് അവൈലബിൾ? അതാണോ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണോ എന്റെ ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കും. ഇതൊക്കെ after all these things the Gentiles seek, for your heavenly Father knows that you need all these things. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഇതൊക്കെ ആവശ്യമാണെന്ന് അറിയുന്നുവല്ലോ. അപ്പൊ യേശു പറഞ്ഞു ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. ഇത് നിൽക്കും, ഇതിനെപ്പറ്റി ഇത് ആവശ്യമുണ്ട്. അവരെ പോലെ തന്നെ നിൽക്കും, ഇത്
ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവരത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. They are worrying about all these things. But I know your heavenly Father knows. നിന്റെ സ്വർഗീയ പിതാവിനെ ഇതൊക്കെ അറിയാം. നിങ്ങൾക്കും ആവശ്യമുള്ളത്. നിങ്ങൾക്ക് ആവശ്യമില്ലെന്നല്ല. ഫിറ്റ്നസ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഫുഡ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഫാഷൻ ആവശ്യമുണ്ട്? ആവശ്യമുണ്ട്. ബ്രാൻഡ് ഇതൊക്കെ ഞാൻ ഇത് പറഞ്ഞത്. ഇതൊക്കെ അവരെ പോലെ തന്നെ നമുക്കും ആവശ്യമുണ്ടോ? ഉണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിനെ കുറിച്ചല്ല ഞാൻ അടുത്തത് എന്താണ്? ഫിനാൻസസ്. ഏറ്റവും കൂടുതൽ വിചാരപ്പെട്ട കാര്യമാണ് അല്ലെ? സാമ്പത്തികം. ഇവിടെ സാമ്പത്തിക മാർക്കറ്റിംഗ് വേണ്ടതുണ്ടോ? Everybody needs finances. നമ്മുടെ ചിന്തകളും ഇത് പലപ്പോഴും ഫിനാൻസസ് അല്ലെ? നമ്മുടെ ചിന്തകളും പലപ്പോഴും ഈ ഫിനാൻസസ് ആണ്. ലോകത്തെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത നോക്കുന്ന ഫീസ് അപ്പൊ ആ ഒരു തുക ഞാൻ ഉണ്ടാക്കട്ടെ. ഐ നീഡ് ടു ഹാവ്. അപ്പൊ ആ ഒരു ചിന്തയാണ് പറയുകയാണ് എനിക്കുള്ളത്. എനിക്ക് പക്ഷെ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഐ നോ ഇറ്റ്. പക്ഷെ ഞാൻ I'm always thinking about it. I'm worrying about it. I know your son. I know your daughter. I know you have rentals to pay. വാടക അടയ്ക്കുന്നുണ്ട്. അവർ പക്ഷെ ഞാൻ ഇതും ചിന്തിച്ചോളാം. ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു കൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ആവശ്യമെന്ന് അറിയുന്നവരോ from Egypt when the Israelites came out. Amen. നമ്മൾ നേരത്തെ none of them were sick. അവർക്ക് രോഗമില്ലാത്ത ഒന്നുമില്ലാത്ത അവർ രാവിലെ പോയി മന്ന പോയി എടുക്കുന്നു. Amen. അവർക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം അവർക്ക് വേണ്ടതെല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. Everything was taken care of. The food was provided and everything was provided to the Israelites. അപ്പൊ അങ്ങനെ തന്നെയാണ് ദൈവം നിങ്ങളുടെ ആവശ്യമുള്ള എല്ലാം ദൈവം നോക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് അറിയാം. ആ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ he is providing everything in the right time. ആ കറക്റ്റ് സമയമാകുമ്പോൾ ദൈവം ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ആ ഇസ്രായേൽ മക്കൾ the same Israelites what happened? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പുറപ്പെട്ടു. And they started complaining. അതുപോലെ തന്നെ അത് ഹ്യൂമൻ ഇമോഷൻ ആണ്. അങ്ങനെ തന്നെ പലപ്പോഴും നമുക്കറിയാം ദൈവം നടത്തുന്നുണ്ട്, ദൈവം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അന്നാണ് നമ്മുടെ ഉള്ളിൽ ആ കംപ്ലൈന്റ് മാറുന്നില്ല, ആ worry മാറുന്നില്ല. The worry does not go away. The complaint does not go away. God is taking care of us every moment. എല്ലാ നിമിഷവും ദൈവം നമ്മളെ നടത്തുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ആ വെറുപ്പും ആ worryയും എല്ലാ ചിന്തകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വരികയാണ്. What is going to happen to my son? What is going to happen to my daughter? What is going to happen about those things? ആ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? പക്ഷെ ദൈവം പറഞ്ഞത് ഇതൊന്നും ചിന്തിക്കണ്ട. ജാതികളും ഇതുപോലെ തന്നെ Gentiles think about it. എനിക്കറിയാം. I know. അവൻ നിങ്ങളെ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഓർക്കണം. ദൈവത്തിന് അത് അറിയാം. God knows it. അവൻ ദൈവത്തിന് അത് അറിയാമെങ്കിൽ why are you worrying about it? നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? Why are you worrying about it? God says, and when Jesus says, യേശു നമ്മൾ വായിച്ചിട്ടുണ്ട് മനുഷ്യനല്ല he is not a man to say a lie. So when he says യേശു പറഞ്ഞത് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ എനിക്കത് അറിയാം. നിങ്ങളുടെ എന്താണ് ആവശ്യമുള്ളത്? നിങ്ങളുടെ ഡിസൈർസ് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണ്? I know it. Amen. Hallelujah. Thank you, Lord. Thank you, Master Lord Jesus. Hallelujah. Thank you, Master Lord. We praise you, Lord Jesus. Hallelujah. നമ്മൾ ഭാവിയെ കുറിച്ച് ചിന്തിക്കുക അല്ലേ? Future. Amen. What happens in the future? And the ഭാവി എങ്ങനെയാണ്?
എന്റെ മക്കളുടെ ഭാവിയോട് what about my children? What about my grandchildren? What about my job? എന്റെ ജോലി, എന്റെ ബിസിനസ്സോ എല്ലാം കാര്യം എന്റെ ഭാവിയിലെ ആരോഗ്യം എല്ലാം നമ്മൾ ഇപ്പോൾ തന്നെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കണം. ഇതെല്ലാം ഞാൻ എടുക്കണം because I met a family ഈ എല്ലാ പോയിന്റ്സും വിചാരപ്പെട്ടുകൊണ്ടിരിക്കണം. ഇതെല്ലാം വിചാരപ്പെട്ടുകൊണ്ടിരിക്കണം. ഉറക്കമില്ല ഇത് അവരുടെ കാലം നമ്മൾ എല്ലാവരെയും about our future. നമുക്ക് ഇവിടെ നോക്കണം വളരെ അവർ ഞങ്ങളുടെ കൂടുതൽ എക്സ്പീരിയൻസ് ദൈവം നമുക്ക് അപ്പം ബിക്കോസ് എക്സ്പീരിയൻസ് കൂടുതൽ. അപ്പോൾ what is the thing that I give them? ഞാൻ കൊടുക്കുന്ന as a grandparent ഞാൻ കൊടുക്കുന്നത് എന്താണ്? ഞാൻ പറയുന്നത് എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് പറയാൻ സാധിക്കുന്നതാണ് ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയാൻ സാധിക്കും. God's faithfulness in hallelujah. God's faithfulness and the perfect example നമ്മൾ നോക്കുകയാണെങ്കിൽ തിമോഥെയോസിന്റെ മാതാവും grandmother Eunice and Lois. എന്താ അവരുടെ ജീവിതം മാറ്റി. The best example, and the fear of worry of what do you do? And the what do you do? And the what do you do? What I can say is that my God is faithful. And the Devam Vishwastanana, amen, hallelujah. Ee prasthatikkada ningal poyalum enikkariyam ende pidavam Devam, my God is sitting on the throne. Asim masarathil irukkunna adu enna namukku parayan saadhikam. Ee challenges ikkada poyalum when you are going through this problem also, I am not going to worry. ഞാൻ ചിന്തിക്കാൻ പോകുന്നില്ല. എനിക്ക് പറയാൻ സാധിക്കണം എന്റെ പിതാവാം ദൈവം സിംഹാസനത്തിലിരിപ്പുണ്ട്. My father is sitting on the throne. അതുകൊണ്ട് I am not going to worry about it. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല. Amen, hallelujah. എന്റെ ജീവിതം എന്നൊരു എക്സാമ്പിൾ ആണ്. എന്റെ ദൈവം നടത്തിയ വഴികളെ I know how God has led us. Amen, hallelujah. So I am telling you, ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ മക്കളെ എന്റെ കൊച്ചുമക്കളായാലും ആരായാലും ഞാൻ പറയുന്നു ദൈവം ആ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. Hallelujah. Thank you, Lord. Thank you, Master Jesus. Somebody spoke about it. We praise you, Lord Jesus. He is sitting on the throne. Hallelujah. Thank you, Lord. Words of faith. Amen. Hallelujah. Words of worry alla, chindanalla, vicharanalla, പക്ഷേ ഉറപ്പ് faith, words of faith. Amen. Hallelujah. Thank you, Lord. Hallelujah. Hallelujah. യേശു പറഞ്ഞ ഫ്യൂച്ചർ സെക്യൂർ ഇനി എന്നില്ല. പക്ഷേ നമ്മുടെ ഓരോ ചിന്തകളാണ് Hallelujah. Thank you, Lord Jesus, O Lord. Hallelujah. Thank you, Master. We praise you. We give you glory, Lord. Amen. Hallelujah. നമ്മൾ നാളത്തെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കണം. ഫ്യൂച്ചറിനെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കണം. പക്ഷേ ഞാൻ let me ask you a simple question. How many of you are sure you will have a biryani which you are thinking of after college? എത്ര പേർക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഞാൻ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണിയെ കുറിച്ച് ഈ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാൻ സാധിക്കും? അപ്പൊ അടുത്ത നിമിഷത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അറിയില്ല ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഭാവിയെ കുറിച്ച് Amen. Hallelujah. Thank you, Lord. Hallelujah. We praise you. We glory you, Lord Jesus. അതുകൊണ്ടാണ് നാളെ നമ്മളെ ആർക്കും നമ്മൾ ഭയപ്പെടാൻ സാധ്യമല്ല. Nobody can threaten us because ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പോകുന്ന അപ്പൊ എന്താണ് ഞാനൊരു ഫിയർലെസ് ജീവിതമാണ് ജീവിക്കുന്നത്. എനിക്കൊരു എന്താണ് ഒരു ഭയമില്ല. എന്നെ എന്തുവാ what are you planning to kill me? I will be with you. അതുകൊണ്ടാണ് this life
bodily exercise നമ്മൾ ഞാൻ ചെയ്തു വെച്ചു. പക്ഷേ മറ്റേ ബോഡിലിനെസ് എന്താണ്? ഈ ജീവിതം മാത്രമല്ല, നിത്യജീവിതം. യോഹന്നാൻ 14. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. എന്നിലും വിശ്വസിക്കുക. എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. Let not your heart be in trouble. Let not your heart be in trouble. നിങ്ങൾ വിചാരപ്പെടല്ലേ? നിങ്ങൾ പിതാവാം ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. Believe in me. I go to prepare. ആ preparation നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്താണ് ആ preparation? ആ crucial preparation ആണ്. ആ വഴിയിൽ ആ ഭവനത്തിലേക്ക് എത്രയും എന്താണ് യേശു ക്രിസ്തു ആ ക്രൂസിലേക്ക് കയറിയേ മതിയാകും. I am preparing that. അപ്പൊ അത്രമാത്രം വില കൊടുത്തിട്ടാണ് നമ്മളെ എങ്ങോട്ടാണ് ഈ ലോകത്തിൽ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മുടെ പിതാവാം ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. So why am I worrying? ഞാൻ എന്തിനാണ് 26 പഠിക്കുക. Matthew 6:26. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല. യേശു ഇവിടെ രണ്ട് ഇല്ലസ്ട്രേഷൻ കാണിച്ചു, രണ്ട് എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. എന്താ കാണിക്കുന്നത്? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. Look at the what? What does it say? What does it say? Look at the birds of the air, for they neither sow nor reap nor gather any barns, yet your heavenly Father feeds them. Are you not much more valuable than they? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. When you look around, look at the birds and everything. അവരെന്തെങ്കിലും അധ്വാനിച്ചിട്ടുണ്ട്? Have they worked for it? No. But Heavenly Father feeds them. അവരായിട്ട് ചെയ്യുന്നതല്ല, Heavenly Father is feeding them. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവർക്കും അവയെ പുലർത്തുന്നു. Father in heaven is feeding them. Father in heaven is feeding whom? The birds. അവർ feeding എന്തിനാണ്? ഞാൻ സൃഷ്ടിച്ച അവരെ സൃഷ്ടിച്ച ദൈവത്തിനാണ്. പക്ഷെ ഇച്ചിരി കാര്യമില്ല, എന്റെ ശ്വാസത്തിൽ സൃഷ്ടിച്ച മനുഷ്യനാണ്. ആരും ഇരിവ് അവർക്ക് ബാക്കി ആൾക്കാരാണ്. അവരെ നോക്കിയാൽ പറയും ഇവർ തന്നെ നോക്കിക്കോട്ടെ എന്നാണോ യേശു പറയുന്നത്? അവരെ നോക്കുന്നത് they also God feeds. അപ്പോൾ നിങ്ങൾ ആ ദൈവത്തെ ശ്വാസം ദൈവത്തെ constantly how much more valuable you are. അവരെ ഫീഡ് ചെയ്തല്ലോ. പക്ഷെ നിന്നെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഓരോ മുറി വരെ how much more valuable you are for God. Thank you, Lord. Praise you, Lord Jesus. Hallelujah. Here they will be. 28 and 29. Say, 6:28. So why do you worry about clothes? Consider the lilies of the field, how they grow. They neither toil nor spin. Yet I say to you that even Solomon in all his glory was not arrayed like one of these. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കും. അവ അഭിമാനിക്കുന്നില്ല, ഉടുക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരിക്കുന്നതുമില്ല എന്ന് ഞാൻ look at the lilies. നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാണ്. We have traveled across, അല്ലേ? We have traveled across. നമ്മളെ ഈ മനോഹരമായ ഭൂമിയിലേക്ക് when you look around in this beautiful world, you see lilies
but He values you more. Hallelujah. എത്രമാത്രം നമ്മളെ വാല്യൂ ചെയ്യുന്നു. അപ്പൊ ഈ ചിന്തയിൽ കൂടെ പോകുമ്പോൾ എന്താണ് let me tell you, worry നമ്മൾ വിചാരപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു പാപമാണ്. Because I don't trust in the Lord. ഞാൻ ആ യേശു പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കില്ല. I don't trust. If I'm worrying about things of this world, ഞാൻ ഒരു പാപത്തിൽ ജീവിക്കണം. യോശുവയുടെ be strong and courageous. ഉറപ്പും ധൈര്യമുള്ളവരും Amen. I am with you. പക്ഷെ എനിക്ക് ആ വിശ്വാസമില്ലെങ്കിൽ ഞാൻ പാപത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ആ ഉറപ്പും ധൈര്യവും ഉള്ള ആളായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. വിചാരപ്പെട്ടല്ല ഞാൻ പോകുന്നത്. I am not going to worry because എൻ്റെ യേശു പറഞ്ഞിട്ടുണ്ട്. Therefore I say to you, do not worry about your life. നിങ്ങളുടെ ജീവിതം ഓർത്ത് നിങ്ങൾ വിചാരപ്പെടുന്നത് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരപ്പെടുന്നില്ല. അതുകൊണ്ട് ജോലി ചെയ്യാതിരിക്കണമെന്നാണ് പറയുന്നത്. അല്ല, ജോലി ചെയ്യണം. ബിസിനസ് ചെയ്യാതിരിക്കണമെന്നാണ് പറയുന്നത്. ബിസിനസ് ചെയ്യണം. വിവേചനത്തോടെ ആ ദൈവത്തിന്റെ ബിസിനസ്സിൽ തന്നെ ആണ് നടത്തണം. അതൊന്നും ചെയ്യുന്നില്ല പറഞ്ഞത്. പക്ഷേ ഇതിനെ കുറിച്ചൊന്നും ഞാൻ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. Even I am not going to worry about what is going to happen. Even hallelujah, thank you Lord. എൻ്റെ കയ്യിലെ റിസോഴ്സസ് കുറവായിരിക്കും. പക്ഷേ എനിക്കറിയാം എൻ്റെ ദൈവം അത് നടത്തും. Even hallelujah. അടുത്ത സെമസ്റ്റർ ഫീസ് ആയിക്കോട്ടെ, അത് ദൈവം God will provide it. Even hallelujah. എൻ്റെ ആരോഗ്യത്തിൽ കുഴപ്പമുണ്ടോ എനിക്കറിയാം, അത് ദൈവം അത് നടത്തിയിരിക്കും. Even hallelujah. ആണ്ടിൽ നാളെ ഡോക്ടർ നടത്തുന്നുണ്ട്, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. പക്ഷെ അതെല്ലാം നല്ലതാണ്. പക്ഷെ God gives healing. God is the one who strengthens. അതിനെ ഓർത്ത് ഞാൻ വിചാരപ്പെടുന്നില്ല. I am not worried about it. Amen. Hallelujah. Because God is the one who strengthens us. Amen. Hallelujah. God is my healer. Amen. Hallelujah. Thank you, Master. അത് ഓർത്ത് ഞാൻ ഇനി ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ല. Amen. Hallelujah. Thank you, Lord. We praise you. We glory, Lord. Thank you, Master Lord. ഒരു ശരിക്കും കൂടെ ആവശ്യമുണ്ട്. എന്തെങ്കിലും നമുക്ക് എല്ലാവരും ചില ആവശ്യമുണ്ട്. നമുക്കിത് ആവശ്യമുണ്ട്. ദുരാഗ്രഹങ്ങളല്ല. നമുക്കറിയാം ഫിലിപ്പിയർ 4:19 പറയുന്നത് my God shall provide all according to his riches. പക്ഷേ അന്ന് മുമ്പേ ഒരു കാര്യം ചെയ്യണം. My God shall supply all my needs എന്ന് പറയുമ്പോൾ all my needs എന്ന് പറയുമ്പോൾ ആ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? Will things happen? My God shall provide all my needs എന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? അത് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട്? Come back to Matthew 6. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. And all these things. Amen. Hallelujah. അപ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് എന്താണ്? മുൻപേ അവന്റെ രാജ്യവും നീതി. My God shall supply all my needs എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒന്നും there won't be any changes happening. പക്ഷേ when will the change happen? എപ്പോഴാണ് ഒരു മാറ്റം വരുന്നത്? When I seek His kingdom first. അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുമ്പോൾ. Amen. Hallelujah. Thank you Lord Jesus, the Lord. The condition is അപ്പോൾ അവിടെ പറയുന്നത് ഒന്നും വായിക്കുക. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അവന്റെ രാജ്യവും അവന്റെ നീതിയും. Seek His kingdom and His righteousness. Amen. Hallelujah. നമ്മൾ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണത്തിന് മുമ്പേ before you have your favorite biryani or whatever it is, before you go for your favorites,
നമ്മുടെ ഭാവിയോർത്ത്, നമ്മുടെ ഫാഷനെയോർത്ത് നമ്മൾ എന്ത് ധരിക്കുന്നത് നമ്മുടെ ഫിനാൻസസ്, നമ്മുടെ സാമ്പത്തികത്തെക്കാണ് മുമ്പേ എന്താണ് അവന്റെ രാജ്യവും അവന്റെ നീതിയും. Seek his kingdom and his righteousness. Hallelujah. Hallelujah. Thank you, Lord Jesus. Hallelujah. നമ്മൾ ഇന്നത്തെ ഒരു വാർത്ത വായിച്ചത് കോൺഫിഡൻസ് സിജിയോ അസറ്റ് എന്ന് പറയുന്നത് 9,000 crores, 9,000 കോടി. At a very young age of 57 or 59, he passed. Did this 9,000 ഈ 9,000 കോടി രക്ഷിക്കാൻ പറ്റുമോ? പുള്ളിയുടെ ലയബിലിറ്റിനേക്കാൾ കൂടുതൽ പക്ഷേ അപ്പൊ ഇതൊന്നും we are not away from these things. അതുകൊണ്ടാണ് പറഞ്ഞത് seek his kingdom and his righteousness. അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുക. ഇതിനൊരു ചെറിയ എക്സസൈസ് 5 മിനിറ്റ് 5 minutes. എത്ര പേരുണ്ട്? How many of you are ready to take the exercise? ഇതിനെ കൈ താത്താക്കിയോ? ചില ബുദ്ധിമാന്മാർ ഇവിടെ Thank you, Lord. We praise you, we glory, Lord Jesus, the Lord. Hallelujah. Until seek his kingdom and his righteousness. Learn to give. Yes, learn to give. First, out of the faith. Those that ആദ്യത്തെ മണിക്കൂർ പറഞ്ഞാൽ 11 മണി മുതൽ 1 മണി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്